ഹായ് ഓൾ, സക്കരയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ വാഹനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വാഹനത്തിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസുകളുണ്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇൻഷുറൻസ് റിലേറ്റ് ചെയ്ത ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൂടുതൽ പഴയ ആളുകളും വാഹനം ഉപയോഗിക്കുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കണ്ട് ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കാം. എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഷുറൻസ് എത്ര ടൈപ്പ് വരുന്നുണ്ടെന്നുള്ള ആദ്യം നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുതിയ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോളിസി അനുസരിച്ചിട്ട് 3 വർഷത്തെ ഇൻഷുറൻസ് ആണ് കാറുകൾക്ക് ചെയ്യുന്നത്. അതിൽ 1 ഇയർ B2B അല്ലെങ്കിൽ പാക്കേജ് പോളിസിയാണ് ഇൻക്ലൂഡിങ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ B2B ഇൻഷുറൻസ് അത് ഫസ്റ്റ് വരുന്നതാണ്. പിന്നെ അതിന് ബാക്കി 2 വർഷം തേർഡ് പാർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക പുതിയ കാറുകൾക്ക്. പിന്നീട് നമ്മൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. തേർഡ് പാർട്ടിയിലേക്ക് എന്താണ് നമ്മൾ 2-3 വർഷം ഫുൾ കവർ ആക്കുക അല്ലെങ്കിൽ B2B ആക്കുകയോ ചെയ്യാം. അതായത് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വല്ലാതെ സംശയമില്ല. പുതിയ വാഹനം വാങ്ങുമ്പോൾ ഡീലറോ അല്ലെങ്കിൽ നമുക്ക് അധികം ഇൻഷുറൻസ് എടുത്തു തരും. നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മളെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസിൽ ആദ്യം വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ലിയബിലിറ്റി പോളിസികൾ. എന്താണ് ഈ തേർഡ് പാർട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വാഹനത്തിന് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ വാഹനം റോട്ടിൽ ഇറക്കണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് നമ്മളൊരാളെ ഒരു ആക്സിഡൻ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലെയിം അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയൊരു പോളിസിയാണ് ഇൻഷുറൻസ്. അപ്പോൾ റോട്ടിലോടുന്ന സാധനമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഇതിൽ നിന്ന് കിട്ടില്ല. ഓൺലി വണ്ടി നമ്മൾ എന്ത് ചെയ്യും, റോട്ടിലൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആളെ മേത്ത് കൊണ്ടിട്ട് ഇടിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇടിക്കുക അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ ഇടിക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം കൊണ്ടോ അവരെ കുറ്റം കൊണ്ടോ ആരെ കുറ്റം കൊണ്ടാണെങ്കിലും അതിൽ വരുന്നൊരു ലിയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയെ നികത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത്. ലിയബിലിറ്റി ഇൻഷുറൻസ് ബേസ് ചെയ്ത് എടുക്കുന്നതിൻ്റെ പ്രീമിയം വരുന്നത് CC ബേസ് ചെയ്തിട്ടാണ്. ഓരോ വാഹനത്തിൻ്റെയും CCക്ക് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രീമിയം വരുന്നത്. ഈ വാഹനം തേർഡ് പാർട്ടി ഇൻഷുറൻസിലുള്ള വാഹനം നമ്മൾ ഒരാളുടെ മേത്ത് കൊണ്ടുപോയി ഇടിക്കുക, അങ്ങനെ എന്തെങ്കിലും ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, നമ്മളെ വണ്ടിക്കോ അല്ലെങ്കിൽ നമുക്കോ ഒന്നും കിട്ടൂല. നമ്മൾ ഇടിച്ച ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾക്ക് ക്ലെയിമിനുള്ള പോസിബിലിറ്റീസിൻ്റെ സാധ്യതകളുണ്ട്. അത് അയാൾക്ക് റിക്കവർ ചെയ്ത് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു സെക്കൻഡ് ഹാൻഡ്സ് കാർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കുള്ള ഡൗട്ടാണ് തേർഡ് പാർട്ടി പേര് മാറണം എന്നുള്ളത്. നിർബന്ധമായിട്ട് മാറേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു എക്സ് എന്നുള്ള ഒരാളെ കയ്യിൽ നമ്മൾ കാർ വാങ്ങിച്ചു, നമ്മളെ പേര് വൈയിലേക്ക് മാറ്റിയപ്പോൾ ആ സമയത്ത് എക്സിൻ്റെ പേരിലാണ് RC ഉള്ളത്, നേരെ എന്ത് ചെയ്തു, വൈ എന്നുള്ള പേരിലേക്കായി. അപ്പോൾ ആ വൈൻ്റെ പേരിൽ ഇൻഷുറൻസ് ആയിട്ടില്ലെങ്കിൽ നമുക്കിതിന് ക്ലെയിമുകൾ കിട്ടുന്നതിന് വിരോധം ഉണ്ടോ എന്നാണ് നമുക്ക് ചില ആളുകൾക്കുള്ള ഡൗട്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ട, പേര് മാറേണ്ട ആവശ്യമില്ല. മാറുന്നത് നല്ലതാണ്. ഇതിന് അടുത്ത പ്രാവശ്യം നമ്മൾ ഫുൾ കവർ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്നാൽ അതേ കണക്കിൽ നമ്മൾ പാക്കേജ് പോളിസിയോ B2B ഇൻഷുറൻസോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ RC മാറിയതിന് ശേഷം 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് നമ്മൾ നിർബന്ധമായിട്ട് മാറണം. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഇൻഷുറൻസ് മാറിയില്ല എങ്കിൽ നമ്മൾ RC ഒരാളുടെ പേരിലും ഇൻഷുറൻസ് ഒരാളുടെ പേരിലാണെങ്കിൽ, ഞാൻ പറയുന്നത് പാക്കേജ് പോളിസിയുടെയും B2Bയുടെയും കേസിലാണ് നോക്കുന്നത്. അതിൻ്റെ ആ ഒരു കാലയളവിൽ നമുക്ക് വല്ല ക്ലെയിമുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് നിലവിൽ ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. അതായത് നമുക്ക് എന്തില്ല, ഇൻഷുറൻസിൻ്റെ യാതൊരു ബെനിഫിറ്റ്സും നമുക്ക് കിട്ടില്ല. നമ്മളൊരു ക്ലെയിമിൽ പെട്ടു അല്ലെങ്കിൽ എന്ത് ചെയ്തു, നമ്മളെ വാഹനം ഒരാൾ മേലുകൊണ്ടേ കുത്തി അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് പരിക്ക് വന്നു, ഈ രണ്ടിനും നമുക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ വാങ്ങിച്ച സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RC മാറി എത്രയും പെട്ടെന്ന് 14 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെ പേരിലേക്ക് ഇൻഷുറൻസ് മാറുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് RC മാറി കിട്ടാൻ ഒരുപാട് ഡിലേ ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചെറിയ RC കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യില്ലേ, ആർട്ടിഫിസ് എന്ന് പറഞ്ഞാൽ ഡിലേ ആണ് വരുന്നത്. അപ്പോൾ മാസങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഇതിനുള്ളൊരു വഴി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സൈറ്റിൽ നമുക്ക് RC മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയിട്ട് RCയുടെ പർട്ടിക്കുലർ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 രൂപ അടച്ചു കഴിഞ്ഞാൽ RC പർട്ടിക്കുലർ കിട്ടും. അപ്പോൾ നമ്മളെ പേരിൽ നിന്ന് എക്സിൻ്റെ പേരിൽ വൈൻ്റെ പേരിലേക്ക് അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, RCയുടെ പർട്ടിക്കുലർ എടുക്കുക. അതിന് ശേഷം RC പർട്ടിക്കുലറുമായിട്ട് നമ്മൾ ഇൻഷുറൻസുമായി ഏത് ഇൻഷുറൻസാണ് എടുത്തത്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസോ യുണൈറ്റഡിൻ്റെയോ ഒറിയൻ്റെയോ ഏത് ഇൻഷുറൻസ് ആണോ നമ്മൾ ആ കമ്പനി എടുത്തിട്ടുള്ള ആ കമ്പനിയിൽ നമ്മൾ വാഹനവുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ RC പർട്ടിക്കുലറും പഴയ RCയുടെ കോപ്പിയും നമ്മളെ കയ്യിലുള്ള ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മുടെ പേരിലേക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ചെയ്യാനുള്ള കാര്യങ്ങൾ കസ്റ്റമർ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ അത് എല്ലാം നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പിന്നെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 3 ഇൻഷുറൻസ് ഉണ്ട്, B2B ഇൻഷുറൻസും അതുപോലെ പാക്കേജ് പോളിസി. ഇതിൽ ഏറ്റവും നമുക്ക് കൂടുതൽ പ്രീമിയം വരുന്നത് B2Bയിലേക്കായിരിക്കും. പിന്നെ ഇനി നമുക്ക് ഈ ഇൻഷുറൻസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന മറ്റു 1-2 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. അതിൽ മെയിനായിട്ടൊരു കാര്യം ഞാനിപ്പോൾ അതിൽ എന്ത് ചെയ്തു, ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഈ പാക്കേജ് പോളിസി അതേപോലെ തന്നെ B2B ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് എടുത്തതിന് ശേഷം ക്ലെയിമുകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ബോണസ് എന്നുള്ള ലെവലിൽ നോ ക്ലെയിം ബോണസ് എന്നുള്ളൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു 15,000 രൂപ പോളിസി നമുക്ക് ഇൻഷുറൻസ് ഫുൾ കവറിന് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് 20% എന്ത് ചെയ്യും, നോ ക്ലെയിം ബോണസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ 5% മാറ്റം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മുടെ OD പ്രീമിയത്തിൽ എന്ത് ചെയ്യും, ഈ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ഈ 25% നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ പോളിസിക്ക് ശരിക്കും 15,000 രൂപ വരുന്നുണ്ടെങ്കിൽ അതിൽ OD പ്രീമിയം ഒരു 6,000-6,500 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 20% ഡിസ്കൗണ്ട് ചെയ്തിട്ട് തേർഡ് പാർട്ടിയിൽ നമുക്ക് യാതൊരു ഡിസ്കൗണ്ടും ഒന്നും കിട്ടില്ല. അതിൻ്റെ ഫുൾ കവറുമായിട്ട് രണ്ട് ഇൻഷുറൻസിൻ്റെ സംയോജിത രൂപമാണ് എന്ത്, ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ B2B ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം. ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗത്തൂടെ നമ്മളതിൻ്റെ പ്രൊട്ടക്ഷൻ, മറ്റ് വാഹനത്തിലുള്ള പ്രൊട്ടക്ഷൻ കൂടിയാണ് ഫുൾ കവർ എടുക്കുന്നത്. നമ്മൾ വാഹനത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മൾക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ B2B ഇൻഷുറൻസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ B2B ഇൻഷുറൻസും അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസിലും നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കിട്ടും, നോ ക്ലെയിം ബോണസ്. നമ്മൾ അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ 2023 to 2024 വരെ എന്ത് ചെയ്തു, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ യാതൊരു 0 ക്ലെയിമാണ് വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് പൈസ കൊടുത്ത് നമ്മൾ പോളിസി എടുത്തു. അതിൻ്റെ ഇടയിൽ ചെറിയ സിംഗിൾ ക്ലെയിം പോലും കൊണ്ടുവന്നില്ലെങ്കിൽ, നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത വർഷം ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഈ OD പ്രീമിയത്തിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. ഒരു 25 അല്ലെങ്കിൽ 30, അത് ഓരോ വർഷം കൂടുമ്പോൾ 5% ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു മാക്സിമം NCBയുടെ ഒരു NCB എന്ന് പറയുന്നത് 50% ആണ് കിട്ടുന്നത്. ഈ 50% കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു നോ ക്ലെയിം ബോണസ് എന്നുള്ളൊരു സംഭവമില്ല. അപ്പോൾ ഈ നോ ക്ലെയിം ബോണസിൽ വരുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. പല ആളുകളും നമുക്ക് ശ്രദ്ധയിൽപ്പെടാതെ ശ്രദ്ധിക്കുന്നവരുണ്ടായിരിക്കാം, വാഹനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. എങ്കിലും ഞാനതൊന്ന് പറയാം. ഈ നോ ക്ലെയിം ബോണസ് നമുക്കൊരു വാഹനം, നമ്മുടെ അടുത്ത് ഒരു ഓൾട്ടോ ഉണ്ട്, 2010 അല്ലെങ്കിൽ 2015 എടുത്തൊരു ഓൾട്ടോ 800 നമ്മളെ അടുത്തുണ്ടെന്ന് കരുതുക. അതിന് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ വർഷവും നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിമുകളൊന്നും ചെയ്തിട്ടില്ല, 0 ക്ലെയിമാണ് ചെയ്തത്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ 1-2 ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലത്തിൻ്റെ ഇടയിൽ ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ എന്തായാലും ഒരു 50% നോ ക്ലെയിം ബോണസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ വാഹനം സെയിൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു പുതിയ വാഹനം, അതായത് ന്യൂ കാർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 70,000 ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ആ ഒരു 70,000 രൂപ പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ, പോളിസി എമൗണ്ട് വരുന്ന അല്ലെങ്കിൽ 50,000 രൂപ എത്ര ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ആ പോളിസി വരുന്ന എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഹനത്തിലുള്ള നോ ക്ലെയിം ബോണസ് നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് ആയിട്ട് NCB സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ NCB നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സംഭവം ഉണ്ടാവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 50% NCB അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ അത് നിലനിർത്താൻ പറ്റും. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, വെറും നമ്മൾ ആ NCB എടുക്കുന്ന സമയത്ത് ചില കമ്പനികൾ ഇൻഷുറൻസ് എന്ത് ചെയ്യും, തേർഡ് പാർട്ടി മാത്രമായിട്ട് അവിടെ നിലനിർത്തി കൊടുക്കും, ബാക്കി എന്തില്ല ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബാലൻസ് എമൗണ്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു 2,000 രൂപയാണ് കമ്പനി ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് നോട്ട്, NCB വെച്ചിട്ട് നമുക്ക് 2,000 രൂപയാണ് ഈ ഡിസ്കൗണ്ട് ഈ കൊല്ലത്തെ പോളിസിയിൽ തന്നിട്ടുണ്ടെങ്കിൽ, ആ 2,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയിലേക്ക് റിസീവ് ചെയ്യും, തിരിച്ചടക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതവിടെ ഫുൾ കവർ ഇൻഷുറൻസ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. ആ 2,000 രൂപ അവിടെ അടക്കും. നമുക്ക് എന്ത് ചെയ്യും, ഒരു NCB സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യും, അവർ അവിടെ ഇഷ്യൂ ചെയ്ത് തരും. അത് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നത്. അതിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. നമുക്ക് ഇനി അടുത്ത മാസമോ പിറ്റത്തെ മാസമോ ഒന്നും വാഹനം എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആ വാഹനം ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വലിയ പ്രീമിയം കാർ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 50% നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ആ നല്ലൊരു എമൗണ്ട്, വലിയ ഒരു എമൗണ്ടൊക്കെ കാറൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഈ NCB സർട്ടിഫിക്കറ്റുമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു 50% ഒക്കെ എലിജിബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഇതാണ് നമ്മൾ NCB സർട്ടിഫിക്കറ്റും NCBയെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു. ട്രാൻസ്ഫർ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്യുക, അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലെയിം വരുന്ന സമയത്ത് B2B ഇൻഷുറൻസും പാക്കേജ് പോളിസി തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു കാര്യം. അപ്പോൾ B2B ഇൻഷുറൻസ് ആകുമ്പോൾ 0 ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ B2B ഇൻഷുറൻസ് എന്ന് പറയുന്നതാണെങ്കിൽ, നമുക്കിപ്പോൾ നമ്മളൊരു ക്ലെയിം വന്നു, ഒരു ചെറിയ ക്ലെയിം വന്നാൽ പോലും
നമുക്കൊരു 1000 rupees ആയിരിക്കും അവർ ഷോറൂം ആരാണെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യും, ക്ലെയിം ചാർജ് എന്നുള്ള ലെവലിൽ ഒരു 1000 രൂപ ക്ലെയിം ചാർജ് വാങ്ങിക്കണം. അതിൻ്റെ എല്ലാ പാർട്സുകൾക്കും അവരെന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് പുതിയ പാർട്സ് എന്ത് ചെയ്യും കിട്ടും. അത് നമ്മളെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, കണ്ടീഷൻ ആക്കി തരും. അപ്പോൾ അതിന് നമ്മൾ 1000 രൂപ മാത്രം കൊടുത്താൽ മതി. പാക്കേജ് പോളിസി ആണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന് എത്ര കൊല്ലം പഴക്കമുണ്ട്, ഇപ്പോൾ ഒരു 3 വർഷം പഴക്കമുണ്ടെങ്കിൽ ഒരു ഡോർ റീപ്ലേസ് ചെയ്യാനുള്ള കേസാണെങ്കിൽ ആ ഡോറിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എമൗണ്ട് നമ്മൾ അടക്കേണ്ടി വരും. അതേപോലെ അതിൻ്റെ പെയിൻറ്റിനും അതിൻ്റെ ബോഡിയിലും വരുന്ന പാർട്സിൻ്റെ ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഒരു പുതിയ ന്യൂ ഡോറിന് ഒരു 5000 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ അതിനൊരു 2-3 വർഷം പഴക്കമുണ്ടെങ്കിൽ അതിനൊരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. വാഹനത്തിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഷുറൻസിൻ്റെ സർവേർ വന്ന ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്ലെയിം കിട്ടുക. അതേ കണക്കിൽ തന്നെ നമുക്ക് ബമ്പർ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പാർട്സുകൾ, ഹെഡ്ലൈറ്റ്, ഇതിനൊക്കെ B2B എല്ലാന്നുണ്ടെങ്കിൽ 50% കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നമുക്ക് B2B എടുത്താൽ മതി എന്നുള്ള ആ ഒരു പോസിറ്റീവ് ഒരു കാര്യം ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ നെഗറ്റീവ്സും കൂടി ഉണ്ട് B2Bക്ക്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ കാരണം B2Bയുടെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എല്ലാവരും നമ്മളെ വാഹനത്തിൽ ഇനിയൊരു ക്ലെയിം വന്നാൽ കാശ് ചിലവാക്കരുത്, നമുക്കത് മുന്നോട്ട് പൈസ ചിലവാക്കാതെ ഒരു 1000 രൂപയിൽ എല്ലാ ക്ലെയിമും നടക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ക്ലെയിമിന് തയ്യാറെടുത്തു ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു ക്ലെയിമിൽ നമ്മൾ തയ്യാറെടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ ക്ലെയിമുകൾ വാഹനത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മളെ റീസെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ വാഹനത്തിന് കൂടുതൽ ക്ലെയിമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസെയിൽ മാർക്കറ്റിൽ നമുക്ക് അതിന് നന്നായിട്ട് എഫക്റ്റ് വരും. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒന്നുകൂടി നമ്മൾ B2B അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവും. കാരണം ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളെങ്കിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലർ പറയുമ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലർ പറയും നമ്മളെ കുറ്റം കൊണ്ടല്ലേ പറ്റും, ഇങ്ങോട്ട് കൊടുന്ന് ഇടിക്കണ്ടല്ലോ എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെ നമുക്കൊരു കോൺഫിഡൻസ് ഒരു കാര്യത്തിൽ കൂടുതൽ വിഷയത്തിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ കൂടുതൽ അതിൽ നമുക്ക് ഫിയർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് വാഹനത്തിലെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും ചെറിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. കൂടുതൽ ഈ B2B ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പൈസ ഇല്ല എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഒരു സംഭവം. അതേപോലെ തന്നെ നമുക്ക് എല്ലാ പാർട്സിനും ക്ലെയിം കിട്ടും, അതോട് ഇടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി പല കസ്റ്റമേഴ്സിനും ഉണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളായിട്ടും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് B2B ഉണ്ടല്ലോ പേടിക്കാനില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഒരു ഫിയർ, പേടിക്കാനില്ല എന്നുള്ളത് ശരി, അതിൻ്റെ കൂടെ നമ്മളൊരു ജീവനും കൂടി നമ്മളെ കയ്യിലുണ്ട്. നമ്മളല്ല 4 പേരും അല്ലെങ്കിൽ 5 പേരാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, അതും കൂടി ഉണ്ട്. അപ്പോൾ അത് കെയർ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അത് വാഹനത്തിലുള്ള കൂടുതൽ അപകട സാധ്യതകൾ കുറക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്ലെയിമുകൾ വന്നാൽ നമുക്ക് വരുന്ന മാർക്കറ്റ് വാല്യൂ ഡിപ്രീസിയേഷന് കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാഹനത്തിന് സേഫ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ ക്ലെയിമുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു സെനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1000 രൂപയുടെ വർക്ക് അല്ലെങ്കിൽ ഒരു 1500 രൂപയുടെ ഒരു ചെറിയ റിപ്പയർ വർക്കിന് പോലും ഈ B2B ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു വാഹനം ഫ്രണ്ട് ചിലപ്പോൾ ഒന്ന് ക്ലെയിം വന്നു, ഒന്ന് ചെറുതായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ, ബമ്പർ ഒന്ന് സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൊട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോകും, പാച്ച് വർക്ക് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, റീപെയിൻറ്റിങ് പുതിയതില്ല. അപ്പോൾ ഷോറൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പോകുന്നത് അത് ആ സ്ഥാപനത്തിന് അനുസരിച്ചിരിക്കും നമ്മൾ പോകുന്നത്. അവരെന്ത് ചെയ്യും, മാക്സിമം അതിനെ ക്ലെയിമിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ എസ്റ്റിമേഷൻ ഇട്ട് തരുന്ന സമയത്ത് B2B ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ അപ്പോഴും 1000 രൂപയാണ് കൊടുക്കുന്നത്. നമ്മളൊരു 2000-2500 രൂപയുടെ വർക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, കാണാത്ത ഒരു ചെറിയ സ്ക്രാച്ച് ആണെങ്കിലും വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതേപോലെ ബോണറ്റിൽ ചെറിയൊരു ഡെൻറ്റ് ഉണ്ട്, ആ ഡെൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്രില്ല് പൊട്ടുക അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇപ്പോൾ റേഡിയേറ്റർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഈ ഒരൊറ്റ ക്ലെയിമിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഷോറൂമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ ഈ ക്ലെയിമിന് പോയിട്ടുള്ളത്, ആ ക്ലെയിമിന് ചെന്ന സ്ഥാപനത്തിൽ നമ്മൾ ഇപ്പം ഒരു 1000 രൂപയുടെ അല്ലെങ്കിൽ 5000 രൂപയുടെ വർക്ക് നമ്മളോട് പറയുമ്പോൾ നമ്മളത് എന്തൊക്കെ ചെയ്യും, നിങ്ങൾ എന്തൊക്കെ മാറ്റും, നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി ചോദിക്കും. പക്ഷേ നമ്മൾ B2B ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ചോദിക്കൂല, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാറ്റിക്കോട്ടെ, നമുക്ക് പുതിയത് കിട്ടൂല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ പുതിയതാണെങ്കിലും നമ്മൾ അതെന്ത് ചെയ്യുന്നത്, പിന്നീട് നമ്മളെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ക്ലെയിം വന്ന പല വാഹനങ്ങളും കിട്ടും. അപ്പോൾ കസ്റ്റമർ പറയും, അപ്പോൾ നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, ക്ലെയിം ചെയ്യാനല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് മറുപടി ഇല്ല. കാരണം അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നമ്മുടെ വാഹനത്തിൽ വലിയ പ്രൈസ് കൂടുതൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പ്രൈസിങ് കൂടുതൽ പറയുമ്പോൾ ആ ഒരു
റീസെയിൽ വാല്യൂവിൽ നന്നായിട്ട് ബാധിക്കും ഈ ഒരു സംഭവം. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിമിന് പോണ സമയത്ത് ചെറിയ ക്ലെയിമൊക്കെ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റിൽ ചെയ്തിട്ട് റിപ്പയറിംഗ് ആണെങ്കിൽ ചെറിയ റിപ്പയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുക, റിപ്പയറിംഗ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ബമ്പറൊക്കെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ ആ ബമ്പർ റീപ്ലേസ്മെൻറ്റ് ഒക്കെ നമ്മൾ പറയുന്നതല്ല, നമ്മളവിടെ വാഹനം കൊടുക്കുന്ന സമയത്ത് ആരാണോ നമ്മൾ അറ്റൻഡ് ചെയ്ത് അവരെന്ത് ചെയ്യും, ആ വാഹനത്തിലേക്ക്, കാരണം അവർക്കിപ്പോൾ ഒരു 5000 രൂപയുടെ അല്ലെങ്കിൽ 3000 രൂപയുടെ വർക്ക് ഉള്ളൂന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ലേബർ കയറുകയാണ്, അതേപോലെ തന്നെ പാർട്സ് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മോശമാക്കാൻ വേണ്ടി പറയില്ല. അപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നു, നമ്മളെന്ത് ചെയ്യുക, നമ്മളെന്താണെന്നുള്ളത് ഞാനിത് കസ്റ്റമർക്ക് ഒരു അവയർനെസ് എന്നുള്ള ലെവലിൽ പറയുന്നത്. നമ്മളെ വാഹനത്തിന് ആ വർക്കിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടി ഒന്ന് വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഹനം ആക്സിഡൻ്റ് ആയി കഴിയുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IDV വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനി ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇൻഷുറൻസ് IDV വളരെ കുറച്ചെടുക്കും. അത് കസ്റ്റമറും കൊടുക്കും, അതേപോലെ തന്നെ കമ്പനികളും അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഒരു 6 ലക്ഷം രൂപ വിലയുള്ള വാഹനമാണെങ്കിൽ ചിലപ്പോൾ അതിന് 4 ലക്ഷം രൂപ, 4 ലക്ഷത്തിൽ 3.25 ലക്ഷം രൂപയ്ക്ക് IDV ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് IDV എടുക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട്, നമുക്കൊരു 1 ലക്ഷം രൂപ IDV കൂട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കാഴ്ചപ്പാടിൽ ഒരു 500 റുപ്പീസിൻ്റെ ഉള്ളിൽ എന്തോ വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ. 1 ലക്ഷം രൂപ നമുക്ക് IDV കൂടാൻ 400-500 രൂപയുടെ ഉള്ളിലെ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് IDV മാക്സിമം കൂട്ടിയെടുക്കുകയാണെങ്കിൽ വരുള്ളൂ. ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴല്ല നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, കാരണം നമ്മളൊരു ആക്സിഡൻ്റ് ആയിട്ട്, ഒരു മേജർ ആക്സിഡൻ്റ് ആയി, അതായത് നമുക്ക് വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിമിന് നമ്മൾ ഷോറൂമിലോ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആദ്യം അവർ നോക്കുക എത്ര എസ്റ്റിമേഷൻ ഇടും. എസ്റ്റിമേഷൻ ഇടുമ്പോൾ നമ്മൾ ബിപില്ലറോ എംപില്ലറോ എല്ലാം പോയി എന്ത് ചെയ്തു, ഒരു അത്യാവശ്യം വർക്കുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു എസ്റ്റിമേഷൻ ഇടുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേഷൻ 4 lakh വന്നു എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപയുടെ വർക്ക് നമുക്ക് ആ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 3 ലക്ഷം രൂപ ഇതിൻ്റെ നമ്മൾ IDV ചെക്ക് ചെയ്യും വരും. IDV നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പം ആ 3 ലക്ഷം രൂപയുടെ താഴെ നമുക്ക് IDV ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ അത്രയും ക്ലെയിം കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് പേയ്മെൻറ്റ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് അടക്കേണ്ടി വരും. അപ്പോൾ അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, അപ്പോൾ ഇവർ പറയും നമുക്ക് ഈ വാഹനം എന്ത് ചെയ്യാം, ടോട്ടൽ ലോസ് ചെയ്യാം. അതേ ടോട്ടൽ ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഇൻഷുറൻസ് ഇതിന് ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ എന്ത് ചെയ്യുള്ളൂ, അപ്രൂവ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതിന് മേലേക്ക് വന്നു, കാരണം IDV ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും. ഇതെൻ്റെ കുറേ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ സുഹൃത്തുക്കളായ 2 ആളുകൾക്ക് ഇതേപോലെ ആ വാഹനത്തിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു. അതേപോലെ അവരത് ക്ലെയിമിന് ഷോറൂമായിട്ട് റിലേറ്റ് ചെയ്ത് ചെന്ന സമയത്ത് അവർക്ക് ആകെ അതിൻ്റെ IDV കുറവായതുകൊണ്ട് ആ വണ്ടിക്ക് മതിയായ എന്ത് ചെയ്തില്ല, ക്ലെയിമുകൾ കിട്ടാതെ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത നെക്സ്റ്റ് പടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ത് ചെയ്യുക, അത് ടോട്ടൽ ലോസ് ചെയ്യുക. ടോട്ടൽ ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൈസ ആ IDV എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വാഹനത്തിന് 2.25 ലക്ഷം രൂപ IDV ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ആ വാഹനം വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 5 ലക്ഷമോ 5.5 ലക്ഷമോ കിട്ടുന്ന വില ആയിരിക്കും. പക്ഷേ 2.25 ലക്ഷം രൂപ വളരെ കുറഞ്ഞ IDV എടുക്കുന്ന പല സ്ഥാപനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ ഈ ക്ലെയിം എന്താ സംഭവിക്കാമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സംഗതി നമ്മൾ ശ്രദ്ധിക്കുക, IDV എമൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ IDV എമൗണ്ട് മാത്രമല്ല, നമുക്കൊരു വാഹനത്തിന് നമ്മൾ റീഫിനാൻസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ IDV എന്ത് ചെയ്യും, നോക്കുന്നുണ്ട് ഫിനാൻസ് കമ്പനിയൊക്കെ. അപ്പോൾ IDV കുറവാണെങ്കിൽ അത്രേ ലോൺ കിട്ടുള്ളൂ. മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും, വാഹനത്തിന് വില ഉണ്ടാവും, 5 ലക്ഷം 5.5 ലക്ഷം ഉണ്ടാവും. പക്ഷേ IDV 2.25 ലക്ഷം ഉള്ളെങ്കിൽ ആ ഒരു 2.25 ലക്ഷം രൂപയുടെ 90% അല്ലെങ്കിൽ 80% ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയാത്ത കാര്യങ്ങളാണെന്നുള്ള അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ഈ മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാഹനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിൽ വിളിക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.